അരി കൊണ്ട് ഒരു പാലടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അടയാണിത്. അട, കശുവണ്ടി, മുന്തിരി, പഞ്ചസാര, പാല്, ഇത്രയാണ് ഇതിന് ആവശ്യമുള്ളത്. പിന്നെ നെയ്യും. ഞാനിപ്പം ഈ അടയ്ക്കകത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് വയ്ക്കുകയാണ്. 10 മിനിറ്റ് വയ്ക്കുക. അപ്പം നല്ലപോലെ കൊഴുപ്പും കിട്ടും, ഒരു അട വെന്തതായിട്ട് കിട്ടുകയും ചെയ്യുക. അട അതിലോട്ടൊഴിച്ച് വേവിക്കാൻ പോവാണ്. വേവിക്കാൻ വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഇച്ചിരി പാലും കൂടെ ഒഴിക്കാം. ഇച്ചിരി പാലും കൂടെ ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. പെട്ടെന്ന് വേകും. നമ്മൾ പൊടിയായിട്ട് പൊടിച്ച പാലടയാണ്. അട വേകാനായി അതിൻ്റെ അകത്ത് പഞ്ചസാര ഇടുകയാണ്. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ പാലൊഴിക്കാം. പാലും കൂടെ ഒഴിച്ച് ഇളക്കിയെടുക്കുക. ഇളക്കി നമ്മൾ ഇനി അതിൻ്റെ അകത്ത് കശുവണ്ടിയും മുന്തിരിയും കൂടെ വറുത്തിടാം. ഇതിൻ്റെ അകത്ത് കശുവണ്ടിയും മുന്തിരിയും നമുക്ക് വറുത്തിടാം. അടയിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ഇടുകയാണ്. കശുവണ്ടി പകുതി വറുത്ത് വരുമ്പോൾ നമ്മൾ ഈ മുന്തിരിയും കൂടെ ഇടുക. അപ്പം പിന്നെ ഒറ്റയടിക്ക് നമുക്കത് എടുക്കാം. എളുപ്പമാണ്, പെട്ടെന്ന് ആവുമല്ലോ. അര സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇടുക. ഇനി അതിലോട്ട് കശുവണ്ടി മുന്തിരി ഇടുകയാണ്. പായസം റെഡി ആയിട്ടുണ്ട്. പാലട പായസം നല്ല ടേസ്റ്റോടുകൂടിയുള്ള പായസമാണ്. കളറൊക്കെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വെച്ച് കഴിക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാതെ ഇതുപോലെ ഓരോ ഐറ്റങ്ങളായിട്ട് വരുന്നതായിരിക്കും.